നമുക്ക് മോർണിംഗ് വൈബ്സിനൊപ്പം ഒരുമിച്ച് തുടരാം. ഇന്നത്തെ പ്രധാന വാർത്ത അല്ലെങ്കിൽ ഒരു പ്രധാന വാർത്ത ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്നലെ 50 ദിവസത്തെ ജയിൽ ജീവിതത്തിന് ശേഷം അരവിന്ദ് കെജ്രിവാൾ ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതും. അപ്പോൾ ഇന്നു മുതൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്താവും, തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ അദ്ദേഹം സംസാരിക്കാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് തന്നെ ആയിരിക്കാം ദേശീയ രാഷ്ട്രീയ പ്രത്യേകിച്ച് പ്രധാനമായും ഇന്ന് ഉറ്റുനോക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഒരു ചാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ രാവിലെ ക്ഷേത്ര ദർശനത്തിന് ശേഷം ഉച്ചയോടെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പ്രചാരണ വേദികളിൽ അരവിന്ദ് കെജ്രിവാൾ രാഷ്ട്രീയ മറുപടി പറയുമോ, എന്താകും അദ്ദേഹം സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. എന്തായാലും ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് MG മിഥുനോട് ചോദിക്കാം. നാഷണൽ ഡെസ്കിൽ നിന്ന് MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ സജീവ പ്രചാരണത്തിലേക്ക്, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് അരവിന്ദ് കെജ്രിവാൾ ഇറങ്ങുകയാണ്. 50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം അദ്ദേഹം ഇറങ്ങുമ്പോൾ ഒരുപാട് ഉപാധികൾ സുപ്രീം കോടതി വെച്ചിരുന്നെങ്കിൽ പോലും രാഷ്ട്രീയം പറയാൻ അദ്ദേഹത്തിന് വിലക്കില്ല. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ചുമതലകളിൽ മാത്രമേ അദ്ദേഹത്തിന് വിലക്കുള്ളൂ. അപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വേദികളിൽ അദ്ദേഹം എന്ത് സംസാരിക്കും എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യമാണ്. എന്തായാലും ഇന്ത്യ മുന്നണിക്കും അതോടൊപ്പം AAPക്കും ഒരുപോലെ ഊർജം പകരുന്നതാണ് അദ്ദേഹത്തിന് ലഭിച്ച ജാമ്യം എന്നുള്ളത്. ഡൽഹി, പഞ്ചാബ്, ഹരിയാനയിൽ ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏറെ ആവേശത്തിലേക്ക് കടക്കും എന്നുള്ളതിൽ സംശയമില്ല, അല്ലേ? ആര്യ, വെരി ഗുഡ് മോർണിംഗ്. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം 50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടുകൂടി പുറത്തിറങ്ങുന്നത്. അത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചും ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചും വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം തന്നെയാണ് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ, ഇനി അങ്ങോട്ടുള്ള 5, 6, 7 ഘട്ട തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ സാന്നിധ്യം വളരെ ആവശ്യമായിട്ടുള്ളൊരു ഘട്ടം തന്നെയാണ്. കാരണം നമുക്കറിയാം 25-നാണ് ഡൽഹി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, ഒപ്പം തന്നെ ഹരിയാന തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെയെല്ലാം തന്നെ ആം ആദ്മി വലിയ ശക്തി മേഖലയാണ് ആം ആദ്മിയുടെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു കടന്നുവരവ് അത് വലിയ ഊർജ്ജം നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം വലിയ ആവേശത്തോടു കൂടി അദ്ദേഹത്തിന്റെ കടന്നുവരവിനെ അവർ ആഘോഷമാക്കുകയും ചെയ്തു. ഒപ്പം തന്നെ അദ്ദേഹം പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അപ്പോൾ തന്നെ പ്രതികരിക്കുകയും ചെയ്തു. ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞതുപോലെ തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. ഇനിയും ഈ ഒരു ഏകാധിപതികൾക്കെതിരായിട്ടുള്ള പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറയുകയും ചെയ്യുന്നു. കോടതി നേരത്തെ തന്നെ ഇടക്കാല ജാമ്യം നൽകാമെന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനയൊക്കെ തന്നെ ഈ വാദപ്രതിവാദങ്ങൾക്കിടയിൽ നടക്കുകയും ചെയ്യുന്നു. അതായത് ഇത്ര കാലമായി ഏകദേശം 2 വർഷത്തോളമായിട്ടുള്ളൊരു കേസാണ്. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഈ 2 വർഷം ഈ ഒരു സമയം ഈ അന്വേഷണ ഏജൻസികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഗൂഢാലോചനകൾ സംബന്ധിച്ച ഒക്കെ കണ്ടെത്താൻ സമയമെടുത്തു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം കോടതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. അതിനുശേഷമായിരുന്നു ഇടക്കാല ജാമ്യം. ഈ ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ക്രിമിനലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ വലിയ കേസുകളിൽ പെട്ടിട്ടുള്ള ആളല്ല എന്നുള്ള ഒരു കാര്യമാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം നൽകിക്കൂടെ എന്നുള്ളൊരു കാര്യം അന്ന് ജസ്റ്റിസ് സജീവ് ഖന്ന അടക്കമുള്ള ബെഞ്ച് ചോദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇടക്കാല ജാമ്യം ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ പോലും തന്നെ ED അത് ശക്തമായി എതിർക്കുന്നതാണ് കാണാൻ സാധിക്കുകയും ചെയ്തത്. പക്ഷേ അന്ന് തന്നെ മനസ്സിലായിരുന്നു ഒരു പക്ഷേ ഈ ഡൽഹി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു പക്ഷേ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുകയും ചെയ്തതായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം വാദപ്രതിവാദത്തിനൊടുവിൽ മനു അഭിഷേക് സിംഗ്വി അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചില കടുത്ത ഉപാധികൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആകെ 21 ദിവസം മാത്രമാണ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഈ 21 ദിവസം ജൂൺ 1-നാണ് 7ാം ഘട്ട തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത്. ഇതിനുശേഷം ജൂൺ 2-ന് തിഹാർ ജയിലിലെത്തി കീഴടങ്ങണം നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ കാലയളവിലൊന്നും തന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയം സംസാരിക്കാം, പൊതു വേദികളിൽ പോകാം, പൊതു റാലികളിൽ പങ്കെടുക്കാം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് സജീവമായി പങ്കെടുക്കാം. പക്ഷേ ഡൽഹിയിലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് യാതൊരുവിധ കൃത്യനിർവഹണത്തിനും ഏർപ്പെടാൻ സാധിക്കില്ല. ഒരു ഫയലിലോ മറ്റും ഒപ്പിടാൻ സാധിക്കില്ല. കൂടാതെ തന്നെ സെക്രട്ടറിയുടെ പരിസരത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലോ കടന്നു ചെല്ലാൻ പാടില്ല തുടങ്ങിയ ഉപാധികൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അതിസങ്കീർണമായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഒപ്പോടുകൂടി
കൂടി മാത്രമേ ഫയലുകൾ മുന്നോട്ട് പോകാൻ സാധിക്കൂ എങ്കിൽ അത് ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം മുന്നോട്ട് പോകുന്നത്. കൂടാതെ നേരത്തെ തന്നെ മനോജ് അഭിഷേക് സിംഗ്വി അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. കാലങ്ങളായി ലഫ്റ്റനന്റ് ഗവർണറുമായും ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിയും പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളും ഒക്കെ ആയി തന്നെ അവിടെ വലിയ രീതിയിൽ തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സുപ്രധാനപ്പെട്ട ചില ഫയലുകളുമായി ബന്ധപ്പെട്ട അതിൽ ഭരണനിർവഹണം അല്ലെങ്കിൽ തടസ്സപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കാലയളവിൽ ലഫ്റ്റനന്റ് ഗവർണർ യാതൊരുവിധ കടുത്ത തീരുമാനങ്ങളിലേക്കും കടക്കരുത് എന്നുള്ളൊരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതൊക്കെ തന്നെ കോടതി അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സത്യമായിട്ടുള്ള കാര്യം. ഇത് വലിയ ആശ്വാസം തന്നെയാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച്. അദ്ദേഹം മുംബൈയിലേക്ക് എത്തും. മുംബൈയിലാണ് അദ്ദേഹത്തിന്റെ ആദ്യ പരിപാടി. അതിനു മുമ്പ് തന്നെ 1 മണിക്ക് അദ്ദേഹത്തിന്റെ ഈ കാലയളവിലൊക്കെ നടന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതികരണം തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ആം ആദ്മിയും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലുള്ള എല്ലാവരും അതിനുവേണ്ടി തന്നെയാണ് കാത്തിരിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം എന്ത് നിലപാടായിരിക്കും ഇന്ന് പ്രഖ്യാപിക്കാൻ പോവുക. ഒപ്പം തന്നെ വരാൻ പോകുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിനും ഒപ്പം തന്നെ ഹരിയാനയിലും ജൂൺ 1 പഞ്ചാബിൽ നിലവിൽ ആം ആദ്മി വലിയ ശക്തി കേന്ദ്രം തന്നെയാണ്. ആം ആദ്മി പാർട്ടി തന്നെയാണ് അവിടെ ഭരിക്കുകയും ചെയ്യുന്നത്. ജൂൺ 1 അവിടെ അദ്ദേഹം തിരികെ ജയിലിൽ പോകുന്നതിന്റെ തലേ ദിവസമാണ് അവിടെ പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ വേളയിലെല്ലാം തന്നെ ആം ആദ്മിക്ക് എവിടെയൊക്കെ ഇന്ത്യ രാജ്യത്ത് ശക്തി കേന്ദ്രങ്ങളുണ്ട് ആ മേഖലയിലൊക്കെ തന്നെ കൃത്യമായി എത്തി പ്രചരണത്തിന് ചുക്കാൻ പിടിക്കാൻ അരവിന്ദ് കെജ്രിവാളിന് സാധിക്കുകയും ചെയ്യും. അത് സംബന്ധിച്ച ആം ആദ്മി പാർട്ടിക്കും പ്രവർത്തകർക്കും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലെ എല്ലാവർക്കും തന്നെ വലിയ നേട്ടമായി തന്നെയാണ് ഇത് കാണുകയും ചെയ്യുന്നത്. കൂടുതൽ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ ആശ്വാസം എന്നതിനോടൊപ്പം അതിനപ്പുറം വലിയ ഊർജ്ജമാണ് ഇന്ത്യ മുന്നണിക്കും ആം ആദ്മി പാർട്ടിക്കും അദ്ദേഹത്തിന്റെ ജാമ്യം അദ്ദേഹം പ്രചരണ വേദിയിലേക്ക് എത്തുന്നു എന്നുള്ളത് പകർന്നു നൽകുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു അഴിമതിക്കാരൻ എന്നുള്ള മുദ്ര കുത്തി അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ പ്രചാരണ സമയത്ത് ജയിലിൽ കഴിയുന്നത് സംബന്ധിച്ച് നോക്കുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ വാദത്തിനിടെ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വേദികളിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്നത് ശരിയല്ല എന്നുള്ള പരാമർശം കൂടി കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നു. ആ ഒരു പരാമർശം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അതിനെ മുൻനിർത്തി തന്നെ ഈ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ കളങ്കം അത് മായ്ച്ചു കളയാൻ അല്ലെങ്കിൽ ഒരു പരിധിവരെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ മുന്നണിക്കും ആം ആദ്മിക്കും സാധിക്കും എന്നുള്ള കാര്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ BJPക്ക് ഈ വിഷയം വലിയ തിരിച്ചടിയും കൂടി ആവുകയാണ്. അരവിന്ദ് കെജ്രിവാളിനെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് അവിടെ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള ഉദ്ദേശം അത് നടക്കാതെ പോയി എന്നുകൂടി രാഷ്ട്രീയമായി നമുക്ക് നോക്കിക്കാണാമല്ലേ? തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ 3ാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം അനുവദിക്കാമെന്നുള്ളൊരു പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്തും ഉണ്ടായിരുന്നു. പക്ഷേ 3ാം ഘട്ടത്തിലാണ് ഗുജറാത്ത് അടക്കമുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്ത് ഗുജറാത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ ആം ആദ്മി അവിടെ പ്രധാനപ്പെട്ട ഏരിയയിലൊക്കെ തന്നെ അവിടെ ശക്തി പ്രകടനം കാഴ്ചവെക്കുകയും ഒപ്പം തന്നെ വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കുകയും ചെയ്തു. പക്ഷേ എങ്കിൽ പോലും തന്നെ അരവിന്ദ് കെജ്രിവാൾ അന്ന് അവിടുത്തെ ജനങ്ങളെ കാണുകയും ഒപ്പം തന്നെ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കൊപ്പം നടന്നു നീങ്ങുന്ന നമ്മൾ അന്ന് ദൃശ്യമാവുകയും ചെയ്തായിരുന്നു. അതൊരു വലിയ മുന്നേറ്റം ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുനിന്നും അവിടെ കോൺഗ്രസിന്റെ അഭാവത്തിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തിയിരുന്ന ഒരു പ്രധാന സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെയായിരുന്നു ഗുജറാത്ത് എന്ന് പറയുന്നത്. അവിടെ ആം ആദ്മിയുടെ ഒരു കടന്നുവരവ് അത് കോൺഗ്രസിന് തന്നെ വലിയ ക്ഷീണം തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ലായിരുന്നു. ഒപ്പം തന്നെ BJPക്ക് ശക്തമായ ഒരു എതിരാളി എന്ന രീതിയിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ അത് ആം ആദ്മി ആകുന്ന രീതിയിലേക്ക് തന്നെ അവിടെ പോകുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. ഇത്തവണ 25 സീറ്റുകളിൽ 25ഉം കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ തന്നെ ക്ലീൻ സ്വീപ്പ് അടിച്ചാണ് അവിടെ ഈ ഒരു വലിയ രീതിയിൽ മുന്നേറ്റം നടത്താൻ ഉള്ള ഒരു പോരാട്ടം NDയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ചില സീറ്റുകളിൽ ഒഴിച്ചു നിർത്തിയാൽ അവിടെയെല്ലാം തന്നെ ഉജ്ജ്വല വിജയം കാഴ്ചവെക്കാൻ NDയെ സംബന്ധിച്ച് സാധിക്കുകയും ചെയ്തു. പ്രധാനമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒക്കെ ഒരു സംസ്ഥാനം കൂടിയായിരുന്നു ഗുജറാത്ത്. അവിടെ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കാം അന്ന് ശക്തമായി ED കോടതിയിൽ വാദിക്കുകയും ഒപ്പം തന്നെ വീണ്ടും ഈ വാദപ്രതിവാദം വീണ്ടും തുടരണം, കേസ് മാറ്റിവെക്കണം എന്നുള്ള ആവശ്യം പ്രധാനമായും സോളിസിറ്റർ ജനറൽ തന്നെ ഹാജരായിക്കൊണ്ട് തുഷാർ മേത്ത ഹാജരായിക്കൊണ്ട് തന്നെ അന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ ഡൽഹി ഹരിയാന അടക്കമുള്ള മേഖലകളിൽ നമുക്കറിയാം കഴിഞ്ഞ തവണ അവിടുത്തെ മുഴുവൻ സീറ്റുകളിലും കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണയും 2014 തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ NDA അല്ലെങ്കിൽ BJP അവിടെ വലിയ മുന്നേറ്റം നടത്തുന്നതാണ്. ക്ലീൻ സ്വീപ്പ് അടിച്ചുകൊണ്ട് അവിടുത്തെ മുഴുവൻ സീറ്റുകളും നേടുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അതേ രീതിയിൽ ആം ആദ്മി ഇത്തവണ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് വലിയ
രീതിയിലുള്ള ഒരു ജനവിരുദ്ധ പ്രക്ഷോഭമായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആം ആദ്മി പ്രവർത്തകരൊക്കെ തന്നെ പല സമരങ്ങൾ ചെയ്യുന്നത് നമ്മൾ കാണുകയും ചെയ്തായിരുന്നു. എന്തായാലും ഇത് ഈ ഒരു അഴിമതി ഉയർത്തിക്കാട്ടിക്കൊണ്ട് എത്രത്തോളം അവിടെ മുൻകാലങ്ങളിലെ പോലെ ഒരു ക്ലീൻ സ്വീപ്പ് വിജയം സ്വന്തമാക്കാൻ BJPക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു കടന്നുവരവ് കൂടി അദ്ദേഹത്തിന്റെ ജയിൽവാസത്തിന് ശേഷം തിരികെ പ്രചാരണ രംഗത്ത് സജീവമാകുമ്പോൾ അത് ഇന്ത്യ മുന്നണി സംബന്ധിച്ചും ഒപ്പം തന്നെ ആം ആദ്മിയെ സംബന്ധിച്ചും വലിയ കരുത്ത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഹരിയാനയിലും ഡൽഹിയിലും അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കാൻ സാധിക്കും. ഒപ്പം തന്നെ മറ്റ് ഇടങ്ങളിൽ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അവിടെയൊക്കെ തന്നെ പ്രചാരണത്തിന് അദ്ദേഹത്തിന് എത്താൻ സാധിക്കുകയും ചെയ്യും. എന്തായാലും ഇന്ന് മുംബൈയിലാണ് അദ്ദേഹത്തിന്റെ ആദ്യ പൊതുപരിപാടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മുംബൈയിൽ ഉദ്ധവ് താക്കറെക്കൊപ്പം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുകയും ചെയ്യും. ഒപ്പം തന്നെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ ആദ്യ പൊതുസമ്മേളനം കൂടിയാണ് ഇന്ന് മുംബൈയിൽ വെച്ച് നടക്കാൻ പോവുകയും ചെയ്യുന്നത്. അതിനു മുമ്പേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതികരണത്തിന് വേണ്ടിയാണ് ഇന്ത്യ കാത്തിരിക്കുന്നത്. കാരണം ഇന്ന് അദ്ദേഹം 1 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹം ഈ കാലയളവിലും ഒപ്പം തന്നെ പ്രധാനമന്ത്രിക്കെതിരെയും NDAക്കെതിരെയും വലിയ രൂക്ഷമായ വിമർശനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉയരാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ കാതോർത്തിരിക്കുകയാണ് ആം ആദ്മി പ്രവർത്തകരും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പ്രവർത്തകരും എല്ലാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ തന്നെ UP വലിയ നിർണായകമാവും. ഹിന്ദി ഹൃദയഭൂമിയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ ഇത്തവണ BJPക്ക് അടിപതറും. കൂടാതെ ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളും ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ഇത്തവണ ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം നടത്തുമെന്നുള്ള കാര്യം അദ്ദേഹം കഴിഞ്ഞ ദിവസം കനോജിൽ നടന്ന ഇന്ത്യ സഖ്യത്തിന്റെ റാലിയിൽ അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു കടന്നുവരവ് അത് ആം ആദ്മിക്കും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിനും വലിയ കരുത്ത് തന്നെയാണ് പകരുന്നത്.